ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ ഞങ്ങൾ മുട്ടിപ്പുല്ല് മുളപ്പിക്കും. 20-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ അധസ്ഥിത വിഭാഗങ്ങൾക്കിടയിൽ മാറ്റൊലികൊണ്ട വിപ്ലവവാക്യങ്ങൾ. കേരളത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ആദ്യമുയർന്ന സ്വരമായിരുന്നു അയ്യങ്കാളിയുടേത്. അധസ്ഥിത വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടപ്പോൾ പ്രതിഷേധാത്മകമായി ഭൂവുടമകളുടെ പാടശേഖരങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തരിശിട്ടു. ഇതായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യ കർഷക സമരം. സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ തലപ്പാവ് ധരിച്ച് ഒരു വില്ലുവണ്ടി ഓടിച്ച് അദ്ദേഹം പ്രതിഷേധിച്ചു. ശ്രീമാൻ അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിലെ പെരിനാടിൽ സ്ത്രീകൾ ജാതീയതയുടെ അടയാളമായിരുന്ന തങ്ങളുടെ കല്ലുമാലകൾ വലിച്ചെറിഞ്ഞു. അധസ്ഥിതരുടെ വിദ്യാഭ്യാസമെന്ന ലക്ഷ്യത്തോടെ പഞ്ചമി എന്ന കുട്ടിയുമായി അയ്യങ്കാളി ഊരൂട്ടമ്പലം പള്ളിക്കൂടത്തിലെത്തി. ഇതറിഞ്ഞ ജന്മിമാർ അവിടെ തീവച്ചു. ഈ സമരങ്ങൾ അയ്യൻകാളിയുടെ ഇതിഹാസ ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ്. കേരളത്തിലെ അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി അദ്ദേഹം ചെയ്ത സംഭാവനകൾക്ക് ഇന്നും മൂല്യമേറെയാണ്. കേരള നവോത്ഥാന നായകരിൽ എന്നും മുൻപന്തിയിൽ തന്നെയാണ് ശ്രീ അയ്യങ്കാളിയുടെ സ്ഥാനം.